നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചിയിലുമുണ്ട് തലസ്ഥാനത്തെ ആമേഴഞ്ചാൻ തോട് പോലൊന്ന്. പൊന്നുരുന്നിയിലെ തോട് അടഞ്ഞതോടെ സമീപവാസികളുടെ ജീവിതം ദുസ്സഹം. മലിനജലം ഒഴുക്ക് നിലച്ചത് റെയിൽവേ പാലം താഴ്ത്തിയതിനാൽ. കൊച്ചി തമ്മനത്ത് പൊട്ടിയ പൈപ്പ് പുനഃസ്ഥാപിച്ചു. ജലവിതരണം തുടങ്ങി. ശ്രമം പൂർത്തിയായത് 16 മണിക്കൂറിന് ശേഷം. MTയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു എന്ന പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആശുപത്രി. ശബരിമല മണ്ഡല പൂജയ്ക്കുള്ള തങ്ക അങ്കിയുമായുള്ള ഘോഷയാത്ര പുറപ്പെട്ടു. ഘോഷയാത്ര 25-ന് വൈകിട്ട് പമ്പയിലെത്തും. സന്നിധാനത്തേക്ക് ഇന്നും തീർത്ഥാടക പ്രവാഹം. വർക്കല മത്സ്യ മാർക്കറ്റിലെ കടമുറികൾ ശോചനീയാവസ്ഥയിൽ. കെട്ടിടത്തിലെ സിമന്റ് പാളികൾ അടർന്നു വീണ അപകടങ്ങളും പതിവ്. വാർത്തകൾ വിശദമായി. മാലിന്യ നീക്കം അതിവേഗം തുടരുകയാണ്. വൈകുന്നേരത്തോടെ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. സർവ്വസന്നാഹവും ഒരുക്കി തമിഴ്നാട് മാലിന്യ നീക്കത്തോട് സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുനെൽവേലിയിൽ നിന്നും കളക്ടർ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. വി അരുൺ ഉണ്ട്. കളക്ടർ സ്ഥലം സന്ദർശിച്ച് മടങ്ങിപ്പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി അരുണുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇന്ന് വൈകുന്നേരത്തോടുകൂടി മുഴുവൻ മാലിന്യവും നീക്കം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എത്ര ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇതിനോടകം തന്നെ നീക്കം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇതിനകം നീക്കം ചെയ്തു. ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലത്തെ വളരെ കുറച്ചൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ 1 ടണ്ണോളം മാലിന്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒരു ലോറിയിൽ കൊള്ളുന്ന ലോറി കൊള്ളുന്ന മാലിന്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പൂർണ്ണമായും ഏറെക്കുറെ പൂർണ്ണമായും നീക്കം ചെയ്തു. ഇനി ഇവിടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഇവിടെ ശുദ്ധീകരിക്കുന്ന നടപടികൾ കൂടി ഉണ്ട്. അണുനശീകരണ നടപടികൾ കൂടി ബാക്കിയുണ്ട്. അല്പസമയം മുമ്പ് തിരുനെൽവേലി കളക്ടർ കാർത്തികേയനും അതുപോലെ തന്നെ തിരുവനന്തപുരം സബ് അസിസ്റ്റന്റ് കളക്ടർ സാക്ഷി ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്നിരുന്നു, നമ്മോട് സംസാരിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് കളക്ടറും അസിസ്റ്റന്റ് കളക്ടറും വ്യക്തമാക്കിയത്. വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏറ്റവും പ്രധാനം, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ്. രണ്ട് സർക്കാരുകളും കൂടി, രണ്ട് ജില്ലാ ഭരണകൂടങ്ങളും ചേർന്ന് ഇവിടെ കൃത്യമായ പരിശോധനകൾ നടത്തും. കൃത്യമായി ക്യാമറകൾ നിരീക്ഷിച്ച്, ഈ അതിർത്തി മേഖലകൾ അതുപോലെ മറ്റിടത്തും ക്യാമറകൾ നിരീക്ഷിച്ച് നടപടികൾ ശക്തമാക്കുമെന്നും ജില്ലാ കളക്ടറും സബ് കളക്ടറും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായ നടപടികൾ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കളക്ടർ കാർത്തികേയൻ വ്യക്തമാക്കി. ഇതിനകം തന്നെ 6ഓളം പേരെ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും നടക്കുന്നു. രണ്ട് സംസ്ഥാനങ്ങളെ യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാകും ഇനിയുള്ള മണിക്കൂറുകളിലും അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ വരെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. തമിഴ്നാട്ടിലെ ഈ രീതിയിൽ കേരളത്തിലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു പോകുന്നത് ഒരു തരത്തിലും ആശാസ്യമായ ഒന്നായിരുന്നില്ല. പക്ഷേ അത് സംഭവിച്ചു. അതിനുള്ള തിരുത്ത നടപടികളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന. വലിയൊരു ദൗത്യമാണ്. 70ഓളം പേരുടെ വലിയൊരു സംഘം, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയുള്ള ഒരു ദൗത്യമാണ് കേരളത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനെ അകമഴിഞ്ഞ പിന്തുണ തമിഴ്നാടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. കുറ്റം പറഞ്ഞിരിക്കാതെ അല്ലെങ്കിൽ കേരളത്തിന്റെ തെറ്റാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുക മാത്രമല്ല തമിഴ്നാട് ചെയ്തത്. തമിഴ്നാട് പൂർണ്ണമായും ഈ ദൗത്യത്തിന് പിന്തുണ നൽകി. അത് വാഹനങ്ങൾ വിട്ടു നൽകുന്ന കാര്യത്തിലായാലും JCB ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിലായാലും മറ്റ് പോലീസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിലുമൊക്കെ തമിഴ്നാടിന് വലിയൊരു പിന്തുണ സംസ്ഥാനത്ത് ലഭിച്ചു. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ തെളിവായി കൂടി സംഭവം മാറുകയാണ്. ഒരുപക്ഷെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയമായി ഒക്കെ മാറിയേക്കാവുന്ന ഒരു വിഷയമായിരുന്നു. വളരെ രമ്യമായി പരിഹരിക്കാൻ രണ്ട് സർക്കാരുകൾക്കും രണ്ട് ഭരണകൂടങ്ങൾക്കും, അത് തിരുനെൽവേലി ജില്ലാ ഭരണകൂടമായാലും തിരുവനന്തപുരം ജില്ലാ ഭരണകൂടമായാലും അവർക്കൊക്കെ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഏതായാലും ഈ ഭാഗത്തെ, ഈ പഞ്ചായത്തിലെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഇട്ടിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ഏകദേശം അവസാനിക്കുകയാണ്. ഇവിടെ ഇനി ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശുദ്ധീകരിക്കുക, അണുനശീകരണം മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റു സ്ഥലങ്ങളിൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം വരെയെങ്കിലും വേണ്ടിവരും പൂർണ്ണമായും ഈ മാലിന്യ മല ഇവിടെ നിന്ന് മാറ്റി പല സ്ഥലങ്ങളിലായി കിടക്കുന്ന മാലിന്യ ശേഖരം മാറ്റി അത് കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ. തിരുനെൽവേലി കളക്ടർ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക്
We are reviewing the monitoring mechanisms, whatever is there, and we will try to ensure that such incident does not happen in future. What about the investigation and inquiries? It is going on; it's underway. Will it, how much time will it take to finish this? That I am not aware of, and I am not the correct person to answer this. No, not inquiry. Today's. Today, all the work will be done. Like the waste will be collected today itself. തിരുനെൽവേലിയിലെ മാലിന്യം ഇന്ന് വൈകിട്ടോട്ടുകൂടി തന്നെ മുഴുവനായി നീക്കുമെന്ന് തന്നെയാണ് അധികൃതരുടെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് വി അരുൺ. മറ്റു വാർത്തയിലേക്ക്. പാലാരിവട്ടം തമ്മനം റോഡിൽ ഇന്നലെ പൊട്ടിയ കുടിവെള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. പൈപ്പ് ലൈൻ വഴിയുള്ള കുടിവെള്ള വിതരണവും ഭാഗികമായി ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ നേരിയ തോതിലാണ് ഇപ്പോൾ പമ്പിംഗ് നടക്കുന്നത്. അതേസമയം പൈപ്പുകൾ പൊട്ടാൻ കാരണം കാലപ്പഴക്കമെന്നാണ് പരാതി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കൊച്ചി തമ്മനത്തെ ജലവിതരണ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈൻ തകർന്നത്. മണിക്കൂറുകൾക്കകം തന്നെ പമ്പിംഗ് നിർത്തിവെച്ച് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 2 ദിവസം അറ്റകുറ്റപ്പണികൾ നീണ്ടു നിൽക്കുമെന്നായിരുന്നു ജല അതോറിറ്റിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ വേഗത്തിൽ പണികൾ പൂർത്തീകരിച്ച് പുലർച്ചെയോടെ പൊട്ടിയ പൈപ്പ് മാറ്റി പുനഃസ്ഥാപിച്ചു. നിലവിൽ കാലപ്പഴക്കമേറിയ പൈപ്പുകളാണ് പ്രദേശത്ത് കൂടുതലെന്നും അതിനാൽ ഇനിയും പൈപ്പ് പൊട്ടാൻ സാധ്യത തള്ളിക്കളയാനാകില്ലെന്നുമാണ് വാർഡ് കൌൺസിലർ പറയുന്നത്. അടിക്കടി ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്നതിൻ്റെ പുറകിലെ കാര്യം സംസ്കാര ജംഗ്ഷൻ മുതൽ അനന്തപുരം ക്ഷേത്രം വരെയുള്ള സ്ഥലത്ത് പഴയ പ്രീമോ പൈപ്പ് തന്നെയാണ് കിടക്കുന്നത്. ആ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മാറ്റി സ്ഥാപിക്കാനുള്ള ഈ ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് മാറ്റി സ്ഥാപിക്കാൻ പറ്റാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സത്യമാണ്, അങ്ങനെ സത്യം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് 2 രൂപങ്ങളിലേക്ക് പൈപ്പ് വിട്ടുകൊണ്ട് പുതിയ രീതിയിൽ അത് മാറ്റം വരുത്തി ഈ പൈപ്പ് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു ജോലിയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു, വർക്കെടുത്തു, കരാറുകാരനായി, എല്ലാം ആയി. പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ നടക്കുന്നില്ല. പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇരച്ചെത്തിയ വെള്ളത്തിന്റെ ശക്തിയിൽ രൂപപ്പെട്ട വലിയ ഗർത്തത്തിനോടൊപ്പം റോഡിന്റെ പല ഭാഗങ്ങളും വിണ്ടുകീറിയ നിലയിലാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ന്യൂസ് 18 കൊച്ചി. മാലിന്യ കൂമ്പാരത്തിൽ വലയുകയാണ് വൈറ്റില പൊന്നുരുന്നി നിവാസികൾ. മലിനജലം ഒഴുകിപ്പോകാനുള്ള തോട് റെയിൽവേയുടെ പാലം താഴ്ത്തിയതോടെ അടഞ്ഞു. നിരന്തരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്താലും വൈകുന്നേരമാകുമ്പോഴേക്കും സ്ഥിതി പഴയപടി തന്നെ ആവുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് നിറഞ്ഞ മാലിന്യമാണ് ഈ കാണുന്നത്. 3 ഡിവിഷനുകളിൽ നിന്നുള്ള മാലിന്യം വന്നടിയുന്നത് ഇവിടെയാണ്. പൊന്നുരുന്നി എസ്റ്റിലെ ജനങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. കക്കൂസ് മാലിന്യവും ഹോട്ടൽ മാലിന്യവും ഒക്കെയുണ്ട്. പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങളാണ് മാലിന്യ പ്രശ്നത്താൽ പൊറുതിമുട്ടി കഴിയുന്നത്. നടുക്കത്തെ പാലം പൊളിച്ച് പണിത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേസ്റ്റ്, അത് ആ വേസ്റ്റൊക്കെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ അറിയാം, വീടുകളിലെ വേസ്റ്റ് അല്ല, ഹോട്ടലിലെ വേസ്റ്റാണ്. നമ്മളുടെ ഡിവിഷനിൽ 1-2 ഹോട്ടലുകൾ ഇതിലേക്ക് വന്നിട്ട് ഞങ്ങൾ തന്നെ നാട്ടുകാർ തന്നെ ഇടപെട്ട് ആ പൈപ്പുകൾ ക്ലോസ് ചെയ്യുകയും ഹോട്ടൽ പൂട്ടിച്ചിട്ട് തന്നെ സമരം ചെയ്ത് ഹോട്ടൽ പൂട്ടിച്ചിട്ട് ആ പൈപ്പുകൾ ക്ലോസ് ചെയ്തിട്ട് ഹെൽത്തിൽ നിന്ന് ആൾ വന്നിട്ട് വീണ്ടും ലൈസൻസ് കൊടുത്തൊക്കെ തുറന്നത്. റെയിൽവേയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങൾ MP-ക്കും MLA-ക്കുമൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റെയിൽവേയുടെ പാലം അല്പമൊന്ന് ഉയർത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും നാട്ടുകാർ പറയുന്നു. ഈ റെയിൽവേയുടേതാണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമാണ്, അത് MP പരിഹരിക്കേണ്ട വിഷയമാണത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഇപ്പോൾ പ്രാദേശിക ഭരണാധികാരികൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലത്. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിചാരിച്ചിട്ട് അതിൻ്റെ വികസന പ്രവർത്തനത്തോടെ ഭാഗമായിട്ട് ഇത് പൊളിച്ചു മാറ്റി വെള്ളക്കെട്ട് പരിഹരിക്കുക. ഇനിയൊരു ആമയഴഞ്ചാൻ തോട് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതെല്ലാം വിഫലമാകുകയാണ്. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ നാട്ടുകാരുടെ തന്നെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ സ്ഥായിയായ പരിഹാരത്തിന് റെയിൽവേയുടെ ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് 18 കൊച്ചി. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സ്ഥിതി മെച്ചപ്പെടുകയോ കൂടുതൽ മോശമാവുകയോ ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ടെന്ന ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് MT. കഴിഞ്ഞ 15-ാം തീയതിയാണ് MTയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കിടെ ഹൃദയ സ്തംഭനം ഉണ്ടായതോടെയാണ് ആരോഗ്യനില മോശമായത്. അയ്യനെ കാണാൻ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഘോഷയാത്ര ബുധനാഴ്ച വൈകിട്ട് സന്നിധാനത്ത് എത്തും. വ്യാഴാഴ്ചയാണ് മണ്ഡലപൂജ. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് തങ്കയങ്കി രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചത്. പുലർച്ചെ 5 മുതൽ ക്ഷേത്രത്തിൽ തങ്കയങ്കി ദർശനത്തിനായി പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നിരവധി ഭക്തരാണ് തങ്കയങ്കി ദർശിക്കാനെത്തിയത്. മുൻകൂട്ടി നിശ്ചയിച്ച 72 കേന്ദ്രങ്ങളിലൂടെയാണ് തങ്കയങ്കി രഥഘോഷയാത്ര കടന്നുപോകുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും നിറപറയും നിലവിളക്കും വെച്ചാണ് തങ്കയങ്കിയെ ഭക്തർ സ്വീകരിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ബുധനാഴ്ച വൈകിട്ട് ശരംകുത്തിയിലെത്തുന്ന തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഉദ്യോഗസ്ഥരും ചേർന്ന് ആചാരപൂർവ്വം സ്വീകരിച്ച് 18ാം പടിയിലൂടെ സോപാനത്തെത്തിക്കും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 26-നാണ് മണ്ഡലപൂജ. ന്യൂസ് 18 പത്തനംതിട്ട. മനുഷ്യരും മൃഗങ്ങളും ചേർന്ന് പോകുന്ന അപൂർവ കേന്ദ്രം കൂടിയാണ് കാനന ക്ഷേത്രമായ ശബരിമല. തീർത്ഥാടന കാലത്തെ മനുഷ്യരുടെ തിരക്കിനിടയിൽ അകലെയല്ലാതെ മൃഗങ്ങളെയും കാണാം. കരിങ്കുരങ്ങുകളുടെ പ്രധാന ആവാസ സ്ഥാനമായ സന്നിധാനത്തെ കൗതുകം നിറഞ്ഞ ഒരു കാഴ്ച കാണാമിനി. ഇവരുടെ കണ്ണിലെ തീരാത്ത കൗതുകമാണ് ക്യാമറ തിരഞ്ഞത്. കൗതുകമോ അതോ ഭയമോ? മനുഷ്യരെ കാണുമ്പോൾ ഇവർ ഇമചിമ്മാതെ നോക്കുകയാണ്. കണ്ണിൽ തീരില്ല കാഴ്ചകൾ. മനുഷ്യരിത്ര സ്നേഹിക്കുമോ എന്ന് തോന്നിപ്പിക്കുന്നു. അങ്ങനെ ഒരു ആർദ്രത ഈ സ്നേഹത്തിലുണ്ട്. മരഞ്ചാട്ടത്തിന് പേര് കേട്ടവർ ഈ ചാട്ടങ്ങൾ എങ്ങനെ പിഴയ്ക്കാതിരിക്കുന്നു? എത്ര ചാട്ടം നോക്കി നിന്നാലും ആ സംശയം തീരില്ല. കൃത്യതയാണത്. ഭക്ഷണം കിട്ടിയാൽ പിന്നെ കണ്ണ് കാണില്ല. തളിരിലകളൊന്നും ബാക്കി വെക്കില്ല. മൃഗങ്ങൾ മനുഷ്യന്റെ ശേഷിപ്പുകളുടെ ഇരകളാകുന്ന കാഴ്ചയും ക്യാമറ കണ്ടു. ബന്ധങ്ങളിൽ മാതൃസ്നേഹത്തോളം വരുമോ മറ്റെന്തെങ്കിലും? ഈ കരുതൽ കാഴ്ച അങ്ങനെ തോന്നിപ്പിക്കും. വികൃതിയിൽ ഇവർ മനുഷ്യരെ തോൽപ്പിക്കും. മല്ലന്മാരാകും, സൗഹൃദം കൈവിടാതെ. അടിപിടിയിൽ കേമന്മാരെന്ന് തോന്നിപ്പിക്കുന്ന ഇവരുടെ അടുത്ത കേമത്തം തൊട്ടു പിന്നാലെ കണ്ടു. 2 നാടൻ കുരങ്ങുകൾ എത്തിയപ്പോൾ ജീവനും കൊണ്ടുള്ള ഓട്ടം, അതും കൂട്ടത്തോടെ. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. കൊല്ലത്ത് വള്ളം മറിഞ്ഞ് വീട്ടമ്മ മരിച്ചു. പുത്തൻതുരുത്ത് സ്വദേശി സന്ധ്യയാണ് മരിച്ചത്. കുടിവെള്ളം ശേഖരിക്കാനായി മകനോടൊപ്പം വള്ളത്തിൽ മറുകരയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം നടന്നത്. ഇരുവരും സഞ്ചരിച്ച വള്ളം കെട്ടിയിട്ടിരുന്ന ബോട്ടിൽ ഇടിച്ച് മറിയുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തി കരയ്ക്ക് എത്തിച്ചുവെങ്കിലും സന്ധ്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരുക്കാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണകാരണമെന്ന്
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലച്ചോറിലും തലയോട്ടിയുടെ 2 ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു. ശ്വാസകോശത്തിന് താഴെയായി ചതവുണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അമ്മു സജീവ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ വിചാരണ ചെയ്തുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇത് സാധൂകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിലെ ജലാംശം കുറവാണെന്നും 50 മില്ലി മാത്രമായിരുന്നു ശരീരത്തിലെ ജലാംശത്തിന്റെ അളവെന്നുമാണ് കണ്ടെത്തൽ. തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കും ഉണ്ടായ പരുക്കളാണ് മരണകാരണം. തലച്ചോറിലും തലയോട്ടിയുടെ 2 ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു. ഇടുപ്പല്ല് തകർന്നതായും വാരിയലുകൾ പൊട്ടിയതായും റിപ്പോർട്ടിലുണ്ട്. വലത് ശ്വാസകോശത്തിന് താഴെയായി ചതവുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു. നവംബർ 15-നാണ് അമ്മു സജീവ് ആത്മഹത്യ ചെയ്തത്. ഇതിനു പിന്നാലെ കോളേജ് മാനേജ്മെന്റിനെതിരെയും സഹപാഠികൾക്കെതിരെയും ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. കേസിൽ അമ്മുവിന്റെ സഹപാഠികളായ 3 വിദ്യാർത്ഥികളാണ് പ്രതികൾ. ന്യൂസ് 18 പത്തനംതിട്ട. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലുകൾ തമ്മിൽ മത്സരിക്കുന്നത് ഒഴിവായി. എ ഗ്രൂപ്പിന്റെ പാനൽ മത്സരത്തിൽ നിന്ന് പിന്മാറി. ജില്ലയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഡോക്ടർ അറിവഴക്കന്റെ ഇടപെടലാണ് ആഴ്ചകളായി നിലനിന്ന തർക്കം പരിഹരിക്കാൻ വഴി തുറന്നത്. CPM-ഉം BJP-യും മത്സര രംഗത്തില്ല. പാനൽ തയ്യാറാക്കുന്നതിലെ തർക്കമാണ് കോൺഗ്രസ് അംഗങ്ങൾ 2 ചേരിയായത്. മത്സര രംഗത്തുണ്ടായിരുന്ന മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനി വർഗീസ്, UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് K ഗോപൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പ് പാനലാണ് പിന്മാറിയത്. DCC പ്രസിഡന്റ് ബാബു പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് വിളിച്ചുകൂട്ടിയ തർക്കമുണ്ടായിരുന്ന 2 പാനലിൽ നിന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരും നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ ചെയർമാനും നേതൃത്വം കൊടുക്കുന്ന പാനൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിരൽത്തുമ്പിൽ ഫുട്ബോൾ ബാലൻസ് ചെയ്തു നിർത്തുന്ന ഒട്ടേറെ പേരുണ്ട് നമുക്കിടയിൽ. എന്നാൽ തന്റെ നെറ്റ് കൊണ്ട് ഗ്യാസ് സിലിണ്ടർ നിമിഷങ്ങളോളം ബാലൻസ് ചെയ്തു നിർത്തുന്ന കൂടുതൽ പേരൊന്നും ഉണ്ടാകില്ല. അങ്ങനെ ചെയ്ത് റെക്കോർഡ് ബുക്കിൽ ഇടം നേടാൻ ശ്രമിക്കുന്ന ഒരു യുവാവുണ്ട് മലപ്പുറത്ത്. ഡിഗ്രി വിദ്യാർത്ഥിയായ ഉമറാണ് മിടുക്കൻ. ഉമറിന്റെ ബാലൻസിംഗ് മികവിന്റെ കാഴ്ച കാണാം. പലരും പലതരത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ഒളവട്ടൂർ സ്വദേശിയായ ഉമറിനെയാണ്. ഉമർ എങ്ങനെയാണ് വൈറലാകുന്നതെന്ന് ചോദിച്ചാൽ അത് സാധാരണ ബാക്കിയുള്ളവർക്ക് അത്ര എളുപ്പത്തിൽ പിന്തുടരാൻ കഴിയുന്ന രീതി കൊണ്ടല്ല. ബാലൻസിംഗ് ആണ് ഈ യുവാവിൻ്റെ പ്രത്യേകത. എങ്ങനെ എന്തെല്ലാം ഇയാൾ ബാലൻസ് ചെയ്ത് മറ്റുള്ളവരെ അമ്പരപ്പെടുത്തുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്താണെങ്കിലും ഉമറിൻ്റെ ആ ബാലൻസിങ് സ്കില്ല് നമുക്ക് ആദ്യം കണ്ടു മനസ്സിലാക്കാം. ഇപ്പം കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ ഗ്യാസും കുറ്റി പൊക്കൽ. അവിടെയാണ് ഉമർ നെറ്റ് കൊണ്ട് ഇത് ബാലൻസ് ചെയ്ത് സെക്കൻഡുകളോളം നിർത്തുന്നത്. ഉമർ എങ്ങനെയാണ് ഇത് പരിശീലിച്ചത്? ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ ആദ്യം ചെയർ കൊണ്ട് തുടങ്ങി. ആദ്യം ഫുട്ബോളാണ് മെയിൻ. അതിൻ്റെ ഒരു ബേസിൽ ഹെഡ് ബാലൻസ് ഉണ്ട്. പിന്നെ ഞാൻ മുന്നേ റെസ്ലിംഗ് കളിക്കുന്നതാണ്. അപ്പോൾ നെക്കും കാര്യങ്ങളൊക്കെ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ ആദ്യം ചെയർ കൊണ്ട് തുടങ്ങി. ചെയർ കോണിയിലോട്ട് എത്തിച്ച് കോണി പിന്നെ അടുത്ത് എന്ത് ചെയ്യും എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫുഡ് കഴിക്കുമ്പം അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ കാണുന്നത്. ഞാൻ ഗ്യാസ് സിലിണ്ടർ എടുത്ത് പൊക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ സുഹൃത്തുക്കളെ വിളിച്ചു. എന്തുണ്ടെങ്കിലും ഫ്രണ്ട്സാണ് സപ്പോർട്ട്. അപ്പം ആരെ വിളിച്ചു, അങ്ങനെ ഏതാളെങ്കിലും വിളിച്ചാൽ അപ്പം ഓക്കെ എന്ന് പറയുന്ന എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ വിളിച്ചു. ഫസ്റ്റ് സിലിണ്ടർ വെച്ചു, ഒന്ന് വെച്ചു. അത് ഞാൻ റെക്കോർഡിൽ അപ്ലൈ ചെയ്തു. റെക്കോർഡ് കിട്ടി. അപ്പോൾ ഞാൻ ഒന്നുകൂടി കോൺഫിഡൻസ്, അതിൽ എനിക്ക് ഒന്നുകൂടി മോട്ടിവേഷനായി. രണ്ടാമത് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അടുത്തത് ഗ്യാസ് സിലിണ്ടറിന് എന്ത് വെറൈറ്റി ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ 2 സിലിണ്ടർ താഴെ വെച്ചിട്ട് അതിന് മേലെ കയറി ബാലൻസ് ചെയ്താൽ വിചാരിച്ചു. അതും ഞാൻ ബാലൻസ് ചെയ്തു. അതൊക്കെ ഫസ്റ്റ് ട്രയൽ തന്നെ എൻ്റെ ഇത് ഫിനിഷ് ആവുന്നുണ്ട്. ഒരു പ്രാക്ടീസിൻ്റെ ആവശ്യം എനിക്ക് അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി കോൺഫിഡൻസ് ആയി. പിന്നെ ഇപ്പോൾ അടുത്ത കണ്ടന്റായിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കസിനോട് പറഞ്ഞത് 4 സിലിണ്ടർ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് അതിന് മേലെ കയറി നോക്ക്, പറ്റുവാണെങ്കിൽ ചെയ്യുന്നു പറഞ്ഞു. റിസ്ക് എടുത്ത് ചെയ്യുന്നു പറഞ്ഞു. അത് ചെയ്തു.
ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണോ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സിംഗിൾ സിലിണ്ടറാണ് വെച്ചത്. ഇതൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഗ്യാസ് താഴെയുള്ളത് മാത്രം നിറച്ചത്, മേലുള്ളത് ബാലൻസ് ചെയ്യണത് കാലിയാണ്. ശരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ബ്രീത്ത് ആണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ കോൺഫിഡൻസ് എന്താ പറയുക, ബ്രീത്ത് നോർമലാണോ എപ്പോഴും, അല്ലെങ്കിൽ വിറയൽ വരും. ഇപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു വിറയൽ വന്നു. കാരണം ഇതൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു വിറയൽ വന്നു, പിന്നെ റെഡിയായി. എന്തുകൊണ്ടാണ് ഈ ഒരു ഇത്തരത്തിൽ ബാലൻസിങ് എന്ന ഇതിലേക്ക് ശ്രദ്ധ വന്നത്? കാരണം പലരും പലതരത്തിലാണ് അവരുടെ സ്കില്ല് ഇതാണ്. ഈ ബാലൻസിങ്ങിൽ എന്നുള്ളത് എന്താണ് അത്ര ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം? ഈ സോഷ്യൽ മീഡിയ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഒരാളെ കയ്യിൽ വേണം. ഒരു സ്കില്ലുണ്ടെങ്കിൽ നാലട വില ഉണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ള തിങ്കോട് മാത്രം. ഫുട്ബോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഫുട്ബോളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ല എന്നല്ല, ഒരുപാട് ഉള്ളതുകൊണ്ട് നമ്മളൊന്നും അത്ര ശ്രദ്ധിക്കില്ല, നമ്മൾ സൈഡാക്കിയിട്ടു പലതും ഒന്നും. ഇതിപ്പം എൻ്റെ ഒരു ഐഡന്റിറ്റി ആയി മാറി ഗ്യാസ് സിലിണ്ടർ എന്നുള്ളത്. ഇതിപ്പോൾ എവിടെയൊക്കെയാണ് ഈ കഴിവ് പ്രകടിപ്പിച്ചുള്ളത്? ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിരിക്കും എന്നറിയാം. അതിന് പുറമെ ഏതെങ്കിലും വേദികളിൽ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ? ഒരുപാട് കോളേജുകളിൽ, ഒരു സ്കൂൾസിൽ, അങ്ങനെ കുറേ കമ്മ്യൂണിറ്റി മീറ്റപ്സ് കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഈ കോളേജിലല്ലേ? സ്വന്തം കോളേജിൽ ചെയ്തിട്ടുണ്ട്? സ്വന്തം കോളേജ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ കോളേജ് സ്വന്തം കോളേജായിട്ട്, കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിൽ തന്നെ. എങ്ങനെയായിരുന്നു കോളേജിൽ നിന്നുള്ള റിയാക്ഷൻ? കോളേജിൽ നല്ല റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, മോട്ടിവേറ്റ് ആവും. നമുക്ക് അത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാവും. അവരൊക്കെ എന്താ അഭിപ്രായം അങ്ങനെ മോട്ടിവേറ്റ് ഒക്കെ പറയുമ്പോൾ അടുത്ത കോളേജിലേക്ക് നമുക്ക് ഒരു ചാൻസായി മാറുന്നത്. ശരിക്കും ഇത് കണ്ടിട്ട് ഒരുപാട് പേര് അനുകരിക്കാൻ സാധ്യതയില്ലേ? അപകട സാധ്യതയില്ലേ? അപകട സാധ്യത ഉണ്ട്. അത് സ്വന്തം റിസ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട് മറ്റാരും ഇത് ചെയ്യാതിരിക്കുക. കാരണം ഞാനെന്ന് പറയുമ്പോൾ റെസ്ലിംഗ് സ്റ്റാർട്ടിങ് മുതൽ നെക്ക് സ്ട്രെങ്ത്തും കാര്യങ്ങളും ബോഡി ഫുൾ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് എൻ്റെ ഒരു കോൺഫിഡൻസിൽ ചെയ്യാണ്. അപ്പം ചെയ്യണ മാക്സിമം പ്രാക്ടീസ് ആയിട്ട് നെക്ക് മുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് നമുക്ക് വരാം. ഡയറക്റ്റ് ആരും വരാതിരിക്കുക. വീട്ടുകാരൊക്കെ പേടിക്കുന്നുണ്ട് അത് ആദ്യം കാണുമ്പോൾ? വീട്ടുകാർ ഉമ്മ പറഞ്ഞത് എനിക്ക് എന്താ പിരാന്താണോ, ഒന്നും പിടിച്ചാൽ പോരാന്നാ ചോദിച്ചേ. അപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. അവരെ സപ്പോർട്ട് ഉണ്ടാവും എന്താണെങ്കിലും. എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടില്ല? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആത്മവിശ്വാസം. ഇനിയിപ്പോൾ എന്താണ് ഈ ഗ്യാസ് സിലിണ്ടർ അടുത്തൊരു പദ്ധതി എങ്ങനെയാണ്, പ്ലാൻ എങ്ങനെയാണ്? അടുത്തത് എന്താണെന്ന് മൈൻഡിൽ വരട്ടെ, ചിന്തിക്കാൻ സമയമുണ്ട്. അപ്പം എന്തെങ്കിലും മൈൻഡിൽ വന്നാൽ അത് നമുക്ക് ട്രൈ ചെയ്യും. അതാണ് ഉമറിന് പങ്കുവയ്ക്കാനുള്ളത്. കാരണം വെറും ഒരു ചെറിയ സ്കില്ലല്ല ഉമറിൻ്റേത്. നല്ല ഭാരമുള്ള ഗ്യാസ് സിലിണ്ടറാണ് ഈ നെറ്റിത്തടത്തിൽ ബാലൻസ് ചെയ്ത് നിർത്തി മിനിറ്റുകളോളം അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. അതുതന്നെയാണ് ഉമറിനെ വേറിട്ടതാക്കുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തിരുവനന്തപുരം വർക്കല ചാവടിമുക്ക് മത്സ്യ മാർക്കറ്റിലെ കടമുറികൾ ശോചനീയ അവസ്ഥയിൽ. കെട്ടിടത്തിലെ സിമന്റ് പാളികൾ അടർന്നു വീണ അപകടങ്ങളും പതിവാണ്. ചെമ്മരുത്തി പഞ്ചായത്തിന് കീഴിലാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ കടമുറികൾ അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായി. കോൺക്രീറ്റ് പാളികൾ തകർന്ന് നിലം പൊത്താറായ അവസ്ഥയാണ്. മഴയായാൽ ചോർന്നൊലിക്കും. ഒരു കട മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. 45ഓളം വർഷം പഴക്കമുള്ളതാണ് മാർക്കറ്റ്. മാർക്കറ്റിനുള്ളിൽ പൊതു ശൗചാലയം സ്ഥാപിക്കണമെന്ന ആവശ്യവും നടപ്പായില്ല. മാർക്കറ്റ് അടിയന്തരമായി നവീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വർക്കല. സ്കൂൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ ശേഖരിക്കാൻ നിറ ഉത്സവവുമായി കാസർഗോഡ് പീലിക്കോട് ഗവൺമെന്റ് UP സ്കൂൾ. നിരവധി പേരാണ് സ്കൂളിലേക്ക് പുസ്തകങ്ങൾ നൽകിയത്. പീലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയ ലൈബ്രറി കെട്ടിടം ഒരുങ്ങുകയാണ്. പ്രവർത്തന സജ്ജമാകുമ്പോൾ അലമാരകൾ പുസ്തകങ്ങളാൽ നിറയ്ക്കാനാണ് വേറിട്ട പ്രവർത്തനം. നിറയുത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് 500-ലധികം പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് സംഭാവനയായി ലഭിച്ചു. പ്രദേശത്തെ എഴുത്തുകാർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവാധ്യാപകർ എന്നിവർ പുസ്തകങ്ങൾ നൽകി. M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സ്കൂൾ കെട്ടിടം നല്ല സ്കൂൾ കെട്ടിടമായിട്ടുണ്ട്. ഇനി ഒരു വലിയ കെട്ടിടം വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ അനുബന്ധമായിട്ട് അതിമനോഹരമായ ഒരു അസംബ്ലി ഹാൾ PTA പൂർവ്വ വിദ്യ നാട്ടുകാർ PTA-യുടെ നേതൃത്വത്തിൽ നാട്ടുകാരെല്ലാം കൂടി നിർമ്മിച്ചിരിക്കുകയാണ്. അതിനൊന്നും കൂടി സൗന്ദര്യവൽക്കരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉച്ചഭക്ഷണശാലയിലേക്ക് അനുവദിച്ച ഡൈനിംഗ് ടേബിളുകൾ, മേശ, കസേരകൾ എന്നിവ PTA പ്രസിഡന്റ് T. പ്രദീപ് MLA-യിൽ നിന്നും ഏറ്റുവാങ്ങി. ന്യൂസ് 18 പീലിക്കോട്. നാടെങ്ങും ക്രിസ്തുമസ് ഒരുക്കത്തിലാണ്. ആഘോഷത്തിന്റെ ഭാഗമായി 100 കണക്കിന് ക്രിസ്തുമസ് പാപ്പമാരാണ് പുനലൂർ തൂക്കുപാലത്തിൽ ഒത്തുചേർന്നത്.
പുനലൂരിലെ മിക്ക സ്കൂളുകളും ക്രിസ്തുമസ് ആഘോഷിച്ചത് തൂക്കുപാലത്തിലാണ്. 100ഓളം ക്രിസ്മസ് പാപ്പാമാർ ഒത്തുകൂടിയത് കൗതുക കാഴ്ചയായി. സെന്റ് ജോൺസ് LP സ്കൂൾ അതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ കൂടി ഭാഗമായി 100 ക്രിസ്തുമസ് അപ്പൂപ്പന്മാരെയാണ് തൂക്കുപാലത്തിൽ അണിനിരത്തിയത്. സെന്റ് ഗോരേറ്റി, ശബരിഗിരി തുടങ്ങിയ മറ്റ് സ്കൂളുകളും ആഘോഷത്തിന്റെ ഭാഗമായി തൂക്കുപാലത്തിൽ അണിനിരന്നു. തൂക്കുപാലത്തിലെത്തിയ ക്രിസ്മസ് പാപ്പാമാരെ കാണാൻ 100 കണക്കിന് ആളുകളെത്തി. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ K. പുഷ്പലത നിർവഹിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാര് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പേരിൽ ലോകത്തെല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. ലോകത്തെന്നും സമാധാനം ഉണ്ടാവട്ടെ. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂസ് 18 പുനലൂർ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് അപ്ഡേറ്റ്സുമായി ഭവ്യ പാർവതി ചേരും. നമസ്കാരം.